Hello dears, welcome back to ISKSA English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്നും അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും അതുപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടും എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് വരുന്നത്. ഇതൊരു ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. റൈറ്റ് ആൻ എസ്സേ അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ ആൻഡ് സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ സ്പ്രെഡും, അതായത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പ്രെഡ് ചെയ്തതും, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പ്രെഡ് മാത്രമല്ല അതിൻ്റെ ഇൻട്രൊഡക്ഷനും, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഉത്ഭവവും, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്പ്രെഡ് ചെയ്തതും കഴിഞ്ഞില്ല. ആൻഡ് ദ റോൾ ഓഫ് കൊളോണിയലിസം, അതുപോലെ തന്നെ കൊളോണിയലിസത്തിൻ്റെ പ്രാധാന്യം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, രണ്ടാമത്തെ കാര്യം സ്പ്രെഡ് ചെയ്തത്, മൂന്നാമത്തേത് കൊളോണിയലിസത്തിൻ്റെ കോളനിവൽക്കരണത്തിൻ്റെ റോള്. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പ്രെഡ് ചെയ്തതിൽ എന്ത് റോളാണ് കോളനിവൽക്കരണത്തിനുള്ളത്. അപ്പോൾ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, വലിയ റിസ്ക് ഒന്നുമില്ല. ജസ്റ്റ് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻ എ മൾട്ടി ലിംഗൽ കൺട്രി ലൈക്ക് ഇന്ത്യ പോലെയുള്ള ഒരു മൾട്ടി ലിംഗൽ കൺട്രിയിൽ, മൾട്ടി ലിംഗൽ കൺട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ പോലുള്ള ഒരു മൾട്ടി ലിംഗൽ കൺട്രിയിൽ ലാംഗ്വേജസ് ബിക്കം എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. ലാംഗ്വേജ് ബിക്കംസ് എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത്തരം ഇന്ത്യ പോലുള്ള ഒരു മൾട്ടി ലിംഗൽ കൺട്രിയിലാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് ഭാഷ കമ്മ്യൂണിക്കേഷന് തടസ്സമാകുന്നു. എപ്പോഴാണ് ഭാഷ കമ്മ്യൂണിക്കേഷന് തടസ്സമാകുന്നത്? ഒരുപാട് ഭാഷകൾ ഉണ്ടാകുമ്പോൾ. അതായത് ഒരു രാജ്യത്ത് ഒരു ഭാഷയുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല, കാരണം എല്ലാവർക്കും ആ ഭാഷ അറിയണ്ടായിരിക്കും. പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു മൾട്ടി ലിംഗൽ കൺട്രി എന്ന് പറയുമ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, പല ഭാഷകൾ ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒന്നുകിൽ എന്ത് ചെയ്യണം, എല്ലാ ആളുകളും എല്ലാ ഭാഷയും പഠിക്കണം. പക്ഷെ അത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഇന്ത്യ പോലുള്ള ഒരു മൾട്ടി ലിംഗൽ കൺട്രിയിൽ ഭാഷ കമ്മ്യൂണിക്കേഷന് തടസ്സമാകുന്നു. Different states in India have different languages as their mother tongue. ഇന്ത്യയിൽ നമുക്കറിയാം ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. എന്താ പ്രത്യേകത? ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആസ് ദെയർ മദർ ടങ്. ആ സ്റ്റേറ്റുകൾക്ക് അവയുടേതായിട്ടുള്ള മാതൃഭാഷയുണ്ട്. കേരളത്തിന് മലയാളം പോലെ അല്ലേ. ഹാവ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആസ് ദെയർ മദർ ടങ് ആസ് വെൽ ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്കെല്ലാം അവയുടേതായിട്ടുള്ള ഒഫീഷ്യൽ ലാംഗ്വേജും അതുപോലെ തന്നെ മദർ ടങ്ങും ഉണ്ട്. ലൈക്ക് മലയാളം ഇൻ കേരള, തമിഴ് ഇൻ തമിഴ്നാട്, ആസാമീസ് ഇൻ ആസാം, തെലുഗു ഇൻ ആന്ധ്രാപ്രദേശ്, ഗുജറാത്തി ഇൻ ഗുജറാത്ത്, പഞ്ചാബി ഇൻ പഞ്ചാബ് എക്സെട്ര. ഇതുപോലെ ഉണ്ടോ? അതായത് കേരളത്തിന് മലയാളം, ആസാമിന് ആസാമീസ്, ആന്ധ്രാപ്രദേശിന് തെലുങ്കു, ഗുജറാത്തിന് ഗുജറാത്തി, പഞ്ചാബിന് പഞ്ചാബി അല്ലെ. ഇതുപോലെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റേറ്റ്സും ഉണ്ട്. ആ സ്റ്റേറ്റ്സുകൾക്കെല്ലാം അവയുടേതായിട്ടുള്ള ഒഫീഷ്യൽ ലാംഗ്വേജും ഉണ്ട്, മദർ ടങ്ങും ഉണ്ട്. ലിവിങ് ഇൻ എ കൺട്രി വിത്ത് സച്ച് എ വെറൈറ്റി ഓഫ് ലാംഗ്വേജസ്. ഇത്തരത്തിൽ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ലിവിങ് ഇൻ എ കൺട്രി വിത്ത് സച്ച് എ ഹ്യൂജ് വെറൈറ്റി ഓഫ് ലാംഗ്വേജസ് ഈസ് നോട്ട് ഈസി. ഇത്തരത്തിൽ പല ഭാഷകളുള്ള ഒരു രാജ്യത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല.
എപ്പോ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇത്തരത്തില് പല ഭാഷകളുള്ള ഒരു രാജ്യത്ത്, അതായത് പലതരത്തിലുള്ള ലാംഗ്വേജ് വെറൈറ്റി ഉള്ള ഒരു രാജ്യത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ഈസി. ഇവിടെയാണ് ഹിയർ ഈസ് ദ നീഡ് ഫോർ എ കോമൺ ലാംഗ്വേജ്. ഇവിടെയാണ് ഒരു കോമൺ ലാംഗ്വേജിന്റെ ആവശ്യകത വരുന്നത്. എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കോമൺ ലാംഗ്വേജ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ ലാംഗ്വേജിന്റെ ആവശ്യകത ഇവിടെയാണ് വരുന്നത്. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാ? ഹിന്ദിയാണല്ലോ അല്ലെ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. എന്നാൽ ഒന്ന് നോക്കൂ, when it comes to a common language for all, എന്നാൽ എല്ലാവർക്കും വേണ്ടി ഒരു കോമൺ ലാംഗ്വേജ് എന്ന വിഷയം വരുമ്പോൾ ഇംഗ്ലീഷ് ഈസ് പ്രിഫേർഡ് ബൈ പീപ്പിൾ അക്രോസ് ദ കൺട്രി. ഇന്ത്യയിലുള്ള ആളുകൾ മൊത്തത്തിൽ പ്രിഫർ ചെയ്യുന്നത് ഹിന്ദി അല്ല, ഇംഗ്ലീഷാണ്. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദിയാണെങ്കിലും ഒരു കോമൺ ലാംഗ്വേജ് എന്ന വിഷയം വരുമ്പോൾ ഇംഗ്ലീഷ് ഈസ് പ്രിഫേർഡ് ബൈ പീപ്പിൾ അക്രോസ് ദ കൺട്രി. നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിനുള്ളിൽ, ഇന്ത്യയിലെ മൊത്തത്തിൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന, ആളുകൾ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. എന്താ കാരണം? എന്തുകൊണ്ട് ആളുകൾ ഹിന്ദി അല്ല തെരഞ്ഞെടുക്കുന്നത്, ഇംഗ്ലീഷ് തെരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ കാരണമായിട്ട് ദിസ് ക്യാൻ ബി സീൻ ആസ് ദ ഇഫക്റ്റ് ഓഫ് ഇന്ത്യ ബീങ് എ കോളനി ഓഫ് ദ ബ്രിട്ടൻ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? കുറെ കാലം ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയതിന്റെ ഒരു ഇഫക്റ്റ്, അതിന്റെ ഒരു റിസൾട്ടാണിത്. കാരണം കുറെ കാലമായിട്ട് ബ്രിട്ടന്റെ കോളനി ആയിരുന്നു ഇന്ത്യ, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് മുതൽ 1947 വരെ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു എന്ത്? ഇന്ത്യ. അപ്പൊ അതിന്റെ ഒരു ഇഫക്റ്റ് ആണ് നാം ഇവിടെ കാണുന്നത്. Colonization had a great role in spreading English across the world. ലോകത്തില് ഇംഗ്ലീഷ് വ്യാപിപ്പിച്ചതിൽ കൊളോണൈസേഷന് വളരെ വലിയ പങ്കുണ്ട്. അതെങ്ങനെയെന്ന് നമ്മൾ കഴിഞ്ഞ എസ്സേയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രിട്ടൻ ഓരോ രാജ്യങ്ങളിൽ ചെന്ന് അവിടെ കോളനി ആക്കുമ്പോഴും ബ്രിട്ടൻ അവരുടെ സംസ്കാരവും അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജും അവിടെ സ്പ്രെഡ് ചെയ്യാണ്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞിരുന്നു, അവരുടെ ഒരു ചിന്ത അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസമാണ് എന്ത്? ഏറ്റവും നല്ല ഭാഷയും സംസ്കാരവും അവരുടേതാണ്. അതുകൊണ്ട് അവരെവിടെ ചെന്നാലും ആ നാട്ടിലുള്ള ആളുകളെ നന്നാക്കിയെടുക്കുക, അവിടുത്തെ സംസ്കാരം മെച്ചപ്പെടുത്തിയെടുക്കുന്നത് അവരുടെ കടമയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ആ രാജ്യത്തുള്ള ആളുകളെ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുടെ സംസ്കാരവും ഇവരുടെ ലാംഗ്വേജും അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ, നമുക്കറിയുന്ന കാര്യമാണ്, ബ്രിട്ടീഷ് ഭരണ സമയത്ത് അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്, നൂറ്റാണ്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇംഗ്ലീഷ് വാസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസസ്. ആ ഒരു സമയത്ത് ഒഫീഷ്യൽ പർപ്പസ്, ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് ഇംഗ്ലീഷാണ് ഉപയോഗിച്ചിരുന്നത്. അതിലുപരിയായിട്ട് വാസ് ആൾസോ ടോട്ട് ഇൻ ഇന്ത്യൻ സ്കൂൾസ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്. ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട്, ഒരു അഡീഷണൽ, ഒരു രണ്ടാം ഭാഷയായിട്ട് ഇവിടെ, അതായത് നമുക്കൊരു മദർ ടങ് ഉണ്ട്, അതിലുപരിയായിട്ട് ഒരു നെക്സ്റ്റ് ലാംഗ്വേജ് ആയിട്ട് ഇന്ത്യൻ സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നൗ എന്താണ് നമ്മൾ ഇന്ന് കാണുന്നത്? നൗ ഇംഗ്ലീഷ് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യൻ ജുഡീഷ്യറി. ഇങ്ങനെയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ, ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറി. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മാത്രമല്ല, സം ഓഫ് ദ സ്റ്റേറ്റ്സ്, ചില സംസ്ഥാനങ്ങളുടെയും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാഗാലാൻഡ്, എൻ്റെ ഓർമ്മയിൽ നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. അതുപോലെ തന്നെ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, ചില കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അപ്പോൾ ഇവിടുത്തെ എല്ലാം ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷായിട്ട് മാറി. കാരണം ഇതിൻ്റെയൊക്കെ ഒരു
ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്താണ്? കൊളോണിയലൈസേഷൻ. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും എവിടെയാണോ ബ്രിട്ടൻ ചെല്ലുന്നത്, പ്രത്യേകിച്ച് അവിടെയുള്ള ആളുകളുടെ മേലെല്ലാം അവരുടെ കൾച്ചറും അവരുടെ ഭാഷയും അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു. The official status of English can be seen as the effect of colonization. അതായത് നമുക്ക് ഇത്തരത്തിൽ കാണാൻ കഴിയും, ഇന്ത്യയിലെ ഇംഗ്ലീഷിന്റെ ആ ഒരു ഒഫീഷ്യൽ സ്റ്റാറ്റസ്, ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന നിലയ്ക്ക് പല സ്റ്റേറ്റുകളിലും ഇംഗ്ലീഷ് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സീൻ ആസ് ദി ഇഫക്റ്റ് ഓഫ് കൊളോണിയലൈസേഷൻ. അത് കൊളോണൈസേഷന്റെ ഒരു എഫക്റ്റ് ആണ്. അപ്പൊ അതിന്റെ കാരണം കൊളോണൈസേഷൻ ആണ്. അപ്പൊ കൊളോണൈസേഷൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ഇന്നും പല സ്റ്റേറ്റിലും ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് നിലനിൽക്കുന്നത്. But the adoption of English as a common language is the effect of globalization. എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമൺ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലോബലൈസേഷന്റെ ഒരു ഇഫക്റ്റ് ആണ്. അവ രണ്ട് തരത്തിലാണ്. ഇംഗ്ലീഷ് കോമൺ ലാംഗ്വേജ് ആയി മാറുന്നതിനുള്ള കാരണം എന്താണ്? ഗ്ലോബലൈസേഷൻ ആണ്. എന്നാൽ അതേസമയം ഇംഗ്ലീഷിന് ഇന്നും ഒരു ഒഫീഷ്യൽ സ്റ്റാറ്റസിൽ നിലനിൽക്കുന്നത് അത് കൊളോണൈസേഷന്റെ ഫലമായിട്ടാണ്. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റാറ്റസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതായത് ബ്രിട്ടീഷുകാര് അത്രയും നാൾ ഇന്ത്യയെ കോളനിയാക്കി. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ഒഫീഷ്യൽ പർപ്പസുകൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇന്നും ആ ഒരു ഒഫീഷ്യൽ സ്റ്റാറ്റസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതവിടെ ഓക്കെയാണ്. ഇനി ഗ്ലോബലൈസേഷന്റെ കാര്യം എന്താ കാര്യം എന്നറിയാമോ? സിൻസ് ഗ്ലോബലൈസേഷൻ, ഈ ആഗോളവൽക്കരണത്തിന് ശേഷം, ഗ്ലോബലൈസേഷന് ശേഷം പീപ്പിൾ അക്രോസ് നാഷൻ സ്റ്റാർട്ടഡ് ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ. പല രാജ്യങ്ങളിലുള്ള ആളുകൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. എന്തിനു ശേഷം? ആഫ്റ്റർ ഓർ സിൻസ് ഗ്ലോബലൈസേഷൻ പീപ്പിൾ അക്രോസ് നാഷൻസ് സ്റ്റാർട്ടഡ് ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ. പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ പീപ്പിൾ ഫ്രം ഇന്ത്യ ട്രാവൽ ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഫോർ ബെറ്റർ ജോബ് ആൻഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. ഇന്ത്യയിലെ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിലേക്ക് നല്ല ജോലി സാധ്യതയും വിദ്യാഭ്യാസ സാധ്യതയും നോക്കി ആളുകൾ പോയി തുടങ്ങി. അപ്പൊ അങ്ങനെ പോയി തുടങ്ങുമ്പോൾ അവിടെയൊക്കെ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഇംഗ്ലീഷാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങളിലേക്ക് പഠനത്തിനോ അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ പോകുന്നതിന് ഇംഗ്ലീഷ് പഠിക്കൽ അത്യാവശ്യമാണ്. അപ്പൊ ആ നിലയ്ക്കാണ് ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലോബലൈസേഷൻ ഒരു കോമൺ ലാംഗ്വേജ് എന്ന നിലയ്ക്ക് ഇംഗ്ലീഷിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്കെന്ന് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തും പോകാൻ പറ്റും. ദെൻ വൈ ഇംഗ്ലീഷ് ഒരു കോമൺ ലാംഗ്വേജ് എന്ന നിലയ്ക്ക് സ്പ്രെഡ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്തു. ഇനി പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം, ഇംഗ്ലീഷിലുള്ള കഴിവ്, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള, ഭാഷ കൈകാര്യം ചെയ്യാനുള്ള നൈപുണ്യം, പ്രൊഫഷൻസി, കഴിവ്. യാതൊരു സംശയവും വേണ്ട, ഇംഗ്ലീഷിൽ നമുക്ക് നല്ല കഴിവുണ്ടെങ്കിൽ മേക്സ് കമ്മ്യൂണിക്കേഷൻ ഈസിയർ എനിവേർ ഇൻ ദ വേൾഡ്. ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോകാനും പേടിക്കണ്ട. അതായത് ഒരാൾ ഇംഗ്ലീഷിൽ പ്രൊഫഷൻ്റ് ആണെങ്കിൽ, നല്ല കഴിവുള്ള ആളാണ്, ഒരു വ്യക്തിക്ക് നല്ല പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ അയാൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ഗോ ടു എനിവേർ, ഏത് ഭാഗത്തും, അല്ലേ? അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പ്രൊഫഷൻസി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് മേക്സ് കമ്മ്യൂണിക്കേഷൻ ഈസിയർ എനിവേർ ഇൻ ദ വേൾഡ്. ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷിൽ നല്ല പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും അയാൾക്ക് കമ്മ്യൂണിക്കേഷൻ ഈസിയർ ആയിരിക്കും. കമ്മ്യൂണിക്കേഷന് ബുദ്ധിമുട്ടുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കോമൺ ലാംഗ്വേജ് ആയിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഒരു അവസ്ഥ. അപ്പൊ ഇതിന്റെ കാരണം എന്നുള്ളത് ഗ്ലോബലൈസേഷൻ ആണ്.
ഇത് അപ്പൊ ഇന്ത്യയിലും ഇംഗ്ലീഷിന്റെ വളർച്ചയ്ക്ക് കാരണമായത് ഒരു കോമൺ ലാംഗ്വേജ് എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷ് വളർന്നതിന്റെ പിന്നിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ആണ്. അതേ സമയത്ത് ഒഫീഷ്യൽ സ്റ്റാറ്റസ് ഇംഗ്ലീഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള കാരണം കൊളോണൈസേഷൻ ആണ്. കാരണം അന്ന് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചു, നമ്മൾ അതിങ്ങനെ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് ഈ ഒരു എസ്സേ വരുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാര്യങ്ങൾ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞെന്ന ഈ എക്സ്പ്ലനേഷൻ മലയാളം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. കാരണം അത് പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന സംഭവം ഒന്ന് വായിച്ച് സെറ്റാക്കുക. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെറിയൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. പാരഗ്രാഫായിട്ടും 2 മാർക്കിനും ചോദിക്കാം കേട്ടോ. 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിക്കാം. ഹൈബ്രിഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ചട്ടിനിഫിക്കേഷൻ. ഹൈബ്രിഡ് ലാംഗ്വേജ് ഓർ ചട്ടിനിഫിക്കേഷൻ. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ ചട്ടിനി കഴിക്കാറുണ്ട് അല്ലേ? അപ്പൊ ഹൈബ്രിഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ചട്ടിനിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആണ്, നോക്കിക്കോളൂ. ഹൈബ്രിഡ് ലാംഗ്വേജ് ഈസ് എ മിക്സ്ചർ ഓഫ് 2 ഡിഫറെന്റ് ലാംഗ്വേജസ്. 2 വ്യത്യസ്ത ഭാഷകളെ തമ്മിൽ മിക്സ്ചർ കൂട്ടിച്ചേർക്കുന്നതാണ് ഹൈബ്രിഡ് അല്ലെങ്കിൽ ചട്ടിനിഫിക്കേഷൻ. ഇത് കരുതിയാൽ മതി, ദോശയും ചട്ടനിയും ആ മിക്സ് ചെയ്യണില്ലേ. അപ്പൊ ഹൈബ്രിഡ് ലാംഗ്വേജ് ഈസ് എ മിശ്രിതം കൂട്ടിച്ചേർത്തത് ഓഫ് 2 ഡിഫറെന്റ് ലാംഗ്വേജസ്. There are many hybrid languages in India. ഇന്ത്യയിലെ ഒരുപാട് ഹൈബ്രിഡ് ലാംഗ്വേജുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഹൈബ്രിഡ് ലാംഗ്വേജുകൾക്ക് സാധ്യത ഇന്ത്യയിലായിരിക്കും. കാരണം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിൽ ഇഷ്ടംപോലെ ഭാഷകളുണ്ട്. അപ്പൊ അത്രയും ഹൈബ്രിഡ് ലാംഗ്വേജസും ഉണ്ട്. അതായത് കോമ്പിനേഷൻ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജ്. അതായത് ഇംഗ്ലീഷും ഇന്ത്യൻ ലാംഗ്വേജും തമ്മിൽ കമ്പൈൻ ചെയ്യാം. ആ ഒരു കോമ്പിനേഷൻ, അതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള ഹൈബ്രിഡ്. എക്സാമ്പിൾ ഹിംഗ്ലീഷ്, നോട്ട് ഇംഗ്ലീഷ്, വെച്ചിട്ട് കേട്ടോ. ഹിംഗ്ലീഷ് എന്താ? ഹിംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഹിന്ദിയും ഇംഗ്ലീഷും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഹിംഗ്ലീഷ്. അതുപോലെ തന്നെ തംഗ്ലീഷ്. തംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പിനേഷൻ ഓഫ് തമിഴ് ആൻഡ് ഇംഗ്ലീഷ്. ഇനി കൊംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കംഗ്ലീഷ്, കംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഗ്ലീഷ് കോമ്പിനേഷൻ ഓഫ് കന്നഡ ആൻഡ് ഇംഗ്ലീഷ്. അതുപോലെ തന്നെ ടെംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ, നേരത്തെ താന്ന പറഞ്ഞത് ടി ആണ്. ടെംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് തെലുഗു ആൻഡ് ഇംഗ്ലീഷ്. തെലുഗുവും അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെയും കോമ്പിനേഷൻ ആണ് ഏത്? ടെംഗ്ലീഷ്. പിന്നെ പംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പഞ്ചാബി ആൻഡ് ഇംഗ്ലീഷ്, കോമ്പിനേഷൻ ഓഫ് പഞ്ചാബി ആൻഡ് ഇംഗ്ലീഷ്. പിന്നെ ലാസ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ വാട്സപ്പിലും മറ്റൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന മംഗ്ലീഷ്. വാട്ട് ഈസ് മംഗ്ലീഷ്? കോമ്പിനേഷൻ ഓഫ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഇത് നോക്കൂ, ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ലോക്കൽ ലാംഗ്വേജ് കംസ് ഇൻ വെൻ ഇന്ത്യൻ സ്പീക്സ് ഇംഗ്ലീഷ്. ഇന്ത്യക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവരുടെ പ്രാദേശിക ഭാഷയുടെ ഒരു ഇൻഫ്ലുവൻസ്, ഒരു സ്വാധീനം ഉണ്ടാവുന്നു. ശരിയാണല്ലോ. ഇപ്പൊ ഞാൻ തന്നെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളികളുടെ, നമ്മുടെ പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ നമ്മളുടെ മദർ ടങ്, നമ്മുടെ പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. മലയാളികളെ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇനി എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ വളരെ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ മലയാളികൾ ഇംഗ്ലീഷ് പറയുമ്പോൾ പ്രാദേശിക ഭാഷയായിട്ടുള്ള മലയാളത്തിന്റെ ഒരു സ്വാധീനം തീർച്ചയായിട്ടും വരും. മലയാളത്തിന്റെ എന്ത് സ്വാധീനമാണ് മലയാളിയുടെ ഇംഗ്ലീഷിൽ കാണുക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഉച്ചരിപ്പിൽ വരുന്ന വ്യക്തത. ഈ മലയാളത്തിന്റെ പ്രത്യേകതയാണ്, മലയാളത്തിന് നല്ല അക്ഷരസ്ഫുടത വേണം, വ്യക്തമായിട്ട്. മലയാളത്തിന്റെ പ്രത്യേകതയാണ് എന്ത്? ക്ലിയർ ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ, വ്യക്തമായിട്ട്. അപ്പൊ ഇതുപോലെ ആയിരിക്കും നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഓരോ വാക്കുകളും അതിൽ ഓരോ ലെറ്റേഴ്സും ഇങ്ങനെ വരും അല്ലെ, ഓരോ ലെറ്റേഴ്സും അല്ലെ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ ചില ആളുകൾ മോർണിംഗ് എന്ന് പറയുമ്പോൾ മോർണിംഗ് എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകും, അത്രയും വ്യക്തമായിട്ട് അല്ലെ. ഇപ്പൊ നമ്മള് ഏർലി, അതിരാവിലെ, ചില ഏർലി എന്നൊക്കെ പറയും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളെ കുറ്റം പറയല്ല. അതായത് എപ്പോഴും നമ്മളുടെ ഒരു ഫസ്റ്റ് ലാംഗ്വേജിന്റെ ഒരു ഇൻഫ്ലുവൻസ്
സെക്കൻഡ് ലാംഗ്വേജിന് ഉണ്ടാകും. അതായത് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്വയർ ചെയ്യുന്നതാണ്, സ്വാഭാവികമായിട്ടുള്ളതല്ല. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അക്വയർ ചെയ്യാണ്, നമ്മൾ നേടിയെടുക്കുന്ന, പഠിച്ചെടുക്കുന്ന. അപ്പൊ ഒന്നാമത്തെ ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ് രണ്ടാമത്തെ ലാംഗ്വേജിന് ഉണ്ടാകും. സോ പീപ്പിൾ ഇൻ ഇന്ത്യ സ്പീക്ക് ആൻ ഇന്ത്യനൈസ്ഡ് വേർഷൻ ഓഫ് ഇംഗ്ലീഷ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആളുകൾ സംസാരിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ല. സംഭവമൊക്കെ ഓക്കെയാണ്, അതിന്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ തെറ്റിദ്ധരിക്കേണ്ട. അതായത് ഇന്ത്യക്കാർ സംസാരിക്കുന്നത് ഒരു ഇന്ത്യനൈസ്ഡ് ഇംഗ്ലീഷ് ആണ്. ദാറ്റ് മീൻസ് ഇന്ത്യൻ ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഇംഗ്ലീഷ്, ദാറ്റ് ഈസ് ഇന്ത്യനൈസ്ഡ് ഇംഗ്ലീഷ്. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്യാൻ ബി അപ്രോപ്രിയേറ്റഡ് ടു ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്യാൻ ബി അപ്രോപ്രിയേറ്റഡ് ടു ദ കൾച്ചർ ഓഫ് ദ പീപ്പിൾ ഹൂ സ്പീക്ക് ഇറ്റ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് അനുയോജ്യമാക്കി എടുക്കാൻ പറ്റും, സാധിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്യാൻ ബി അപ്രോപ്രിയേറ്റഡ് ടു ദ കൾച്ചർ ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ സംസാരത്തിന്, ആളുകളുടെ സംസ്കാരത്തിന്. എത്ര ആളുകൾ? ഹൂ സ്പീക്ക് ഇറ്റ്. അതായത് ആരാണോ സംസാരിക്കുന്നത്, ഏത് കൾച്ചറിലുള്ള ആളുകൾ സംസാരിക്കുകയാണെങ്കിലും അവരുടെ കൾച്ചറിന് അപ്രോപ്രിയേറ്റഡ് ആക്കാൻ ഇംഗ്ലീഷിന് നമുക്ക് കഴിയും. അപ്പൊ അത് ഇംഗ്ലീഷിന്റെ ഒരു ഗുണമാണ്. മാത്രമല്ല ഇംഗ്ലീഷ് ഇത്രയധികം ഡെവലപ്പ് ചെയ്യുന്നതിന് അത് സഹായിച്ചു. ഏതാളുകൾക്കും ഇപ്പൊ ഇംഗ്ലീഷ് മലയാളിക്ക് മലയാളിയുടെ കൾച്ചറിന് വഴങ്ങും, ബംഗാളിക്കാണെങ്കിലും തമിഴിനാണെങ്കിലും കന്നഡക്കാണെങ്കിലും തെലുങ്കു, ഏത് സംസ്കാരത്തിലുള്ള ലാംഗ്വേജ് കൾച്ചറിലുള്ള ആളുകൾക്കും അവരുടെ കൾച്ചറിനോട് ആരിണങ്ങി ചേരും. കാരണം നമ്മൾ ഇംഗ്ലീഷിന്റെ കൾച്ചറിലോട്ട് അങ്ങോട്ട് ചെല്ലണ്ട, നമ്മളുടെ കൾച്ചറിലേക്ക്. കാരണം ഭാഷ സംസാരിക്കുന്നവൻ, അതായത് ടു ദ കൾച്ചർ ഓഫ് ദ പീപ്പിൾ ഹൂ സ്പീക്ക് ഇറ്റ്. അതായത് ആ ഭാഷ സംസാരിക്കുന്നവന്റെ കൾച്ചർ. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ കൾച്ചറിന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഞാൻ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ കൾച്ചറിലേക്ക് ഞാൻ മാറിയിട്ടില്ല. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുമ്പോൾ ഞാൻ മാറണം. പക്ഷേ ഞാൻ മാറാത്തത് കൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻ്റെ നിലവാരത്തിലേക്ക് വന്നു, എൻ്റെ സ്റ്റൈലിലേക്ക് വന്നു, എൻ്റെ രീതികളിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് എൻ്റെ ഒരു പരാജയവും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു വിജയവുമാണ്. ഇതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇത്. കാരണം എന്തൊന്നിനോടും അഡാപ്റ്റ് ആവുക, നോട്ട് അഡോപ്റ്റ്, അഡാപ്റ്റ്, സാഹചര്യത്തിനൊത്ത് മാറുക. ഈ ഒരു കഴിവ് ഏതൊരാളിലുണ്ടോ അയാൾ വിജയിക്കും. ഇതന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളത്. അതന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ വളർച്ചയുടെ രഹസ്യവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഈ ഒരു ഭാഗത്ത് വരുന്നത്, ഈ ഒരു സെക്ഷനിൽ ഇനി കമ്മ്യൂണിക്കേഷന് വരുന്ന കുറച്ച് ബാരിയേഴ്സ്, കുറച്ച് തടസ്സങ്ങൾ പറയുന്നുണ്ട്. കാരണം ഈ ബാരിയേഴ്സ് നമ്മൾ വേറൊരു പേപ്പറിൽ, ഇതിലല്ല, റീഡിങ് ആൻഡ് റൈറ്റിംഗിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായി കഴിഞ്ഞാൽ ഇതില് ബാരിയേഴ്സ് പറഞ്ഞാൽ ഈ ചാപ്റ്റർ എന്തായി, ക്ലോസ് ആയി കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. കാരണം ഇന്നിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ലെങ്ത്തിൽ വീഡിയോ നിൽക്കൂല, കുറച്ച് കടന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീഡിയോ കാണുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.